കോൺഗ്രസും മുസ്ലിം ലീഗ് ഒന്നിക്കുന്നു, ഗാന്ധിജി നെഹ്റുവും കണ്ടുമുട്ടുന്നു, മിതവാദ ഗ്രൂപ്പും തീവ്രവാദ ഗ്രൂപ്പും ഒന്നിക്കുകയാണ്. സുഹൃത്തുക്കളെ, മൂന്നെണ്ണം ഇഷ്ടപ്പെട്ട് പഠിക്കുക. 1916 ലക്നൗ സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? PSC പരീക്ഷകൾ ഒട്ടനവധി തവണ ചോദിച്ച കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തൽ. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാണ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കില് പ്രധാനമന്ത്രിമാരുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ കാലങ്ങളിൽ PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേക ക്ലാസ് ആണ്. ഈ ക്ലാസ്സിലെ മുഴുവൻ വസ്തുതകളും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതം, ആ ഒരു ജീവിതത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ പഠിക്കുന്നത്. 2021 ചോദിച്ച 2 ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് അറിയാം, അത് നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു, അതും നിങ്ങൾക്ക് അറിയാം, അതും നെഹ്റുവാണ്. ഓക്കെ, അപ്പൊ നോക്കൂ കൂട്ടുകാരെ, നെഹ്റുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ PSC പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ച മുഴുവൻ വസ്തുതകളും നമ്മൾ നോക്കുകയാണ്. രസകരമായി എന്റെ കൂടെ പഠിച്ചു പോരുക. 1889 നവംബർ മാസം 14 കൂട്ടുകാർക്കറിയാം, ഉത്തർപ്രദേശിലെ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലം, ആ അലഹബാദ് നഗരത്തിൽ ആനന്ദ ഭവനത്തിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായിട്ടാണ് നമ്മുടെ നെഹ്റു ജനിക്കുന്നത്. നെഹ്റുവിന്റെ സഹോദരങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണയുമാണ്. നമ്മുടെ നെഹ്റു ജനിച്ച ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണം, 1889 നവംബർ 14 അല്ലെ? നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമാണ്. എന്നാൽ PSC പരീക്ഷകളിൽ നവംബർ 14 ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. എന്ത് ദിനമാണ് നവംബർ 14? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രമേഹ രോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. പ്രമേഹ രോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ 14 ഒട്ടനവധി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഇൻസുലിൻ പഠിക്കാറില്ലേ? ബയോളജിയിലെ ടീച്ചേഴ്സ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് 2 വ്യക്തികളാണ്. ബാൻഡിങ്ങിന്റെ ജന്മദിനം കൂടിയാണ് നവംബർ 14, അതുകൊണ്ടാണ് പ്രമേഹ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇവിടെ നോക്കൂ, വർഷം നിങ്ങൾ മറക്കണ്ട, കാരണം മഹാത്മാഗാന്ധിജി ജനിച്ച വർഷം കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗാന്ധിജിയേക്കാൾ 20 വയസ്സ് ഇളയ ആളാണ് നെഹ്റു എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് മറന്നു പോവില്ല. ഗാന്ധിജിയും നെഹ്റുവും എപ്പോഴും ഒരുമിച്ചല്ല ഉണ്ടാവാറ്. അപ്പൊ അദ്ദേഹത്തെക്കാൾ വെറും 20 വയസ്സ്. 1869 ഗാന്ധി ജനിച്ചതെങ്കിൽ 1889. മറക്കാതിരിക്കാൻ മറ്റൊരു പൊടിക്കൈ ഞാൻ പറഞ്ഞു തരട്ടെ. വൈവിധ്യങ്ങളുടെ വർഷം എന്നറിയപ്പെടുന്ന ഒരു വർഷമാണ് 1889. വൈവിധ്യങ്ങളുടെ വർഷം. പലപ്പോഴായിട്ട് മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ കോഡ്. നോക്കൂ, വൈവിധ്യം. ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏത് കോണിൽ പോയാലും എല്ലാവരും ഒരൊറ്റ ഉത്തരവാദിത്വം പറയുക, അത് ഹിറ്റ്ലർ ആണ് അല്ലെ? അഡോൾഫ് ഹിറ്റ്ലർ. ലോകം കണ്ട ഏറ്റവും ദുഷ്ടനായ ഒരു വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. അതുപോലെ തന്നെ ചോദിക്കുകയാണ് എല്ലാവരോടും, പല രാജ്യത്ത് പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊമേഡിയൻ അല്ലെ, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരവാദിത്വം ഉണ്ടാവുക, അത് ചാർലി ചാപ്ലിൻ ആണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റിന്റെയും മതേതരത്വത്തിന്റെയും ഒക്കെ വക്താവായ നെഹ്റു, ക്രൂരതയുടെ പര്യായമായ ഹിറ്റ്ലർ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ചാർലി ചാപ്ലിൻ, അങ്ങനെ തുടങ്ങി 3 വ്യത്യസ്ത ധ്രുവങ്ങളിൽ ഇരിക്കുന്ന ഈ വ്യക്തികൾ ജനിച്ചത് കൊണ്ട് നമുക്ക് ഈ വർഷത്തെ വൈവിധ്യങ്ങളുടെ വർഷം എന്ന് പറയാം. ചാപ്ലിൻ ജനിച്ചോ, ഹിറ്റ്ലർ ജനിച്ചോ, അതുപോലെ നെഹ്റു ജനിച്ചോ, വൈവിധ്യങ്ങളുടെ വർഷം. ഈ 3 സഹോദരങ്ങൾക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് വെച്ചേ. പെങ്ങളുടെ പേര് ഇന്ദുലേഖ എന്നാണ്. ഇന്ദുലേഖ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെക്കുക, കാതിൽ കമ്പ് കുത്തിവെച്ച ഒരു ഹിന്ദു സ്ത്രീയായ ഇന്ദുലേഖ. നെഹ്റുവിന്റെയും ചാപ്ലിന്റെയും ഹിറ്റ്ലറുടെയും പെങ്ങളാണ് കാതിൽ കമ്പ് കുത്തിവെച്ച ഹിന്ദു സ്ത്രീയായ ഇന്ദുലേഖ. ഇതെന്റെ മാത്രം കോഡാണ്. ഇങ്ങനെ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിന്റുകൾ പഠിക്കാൻ പറ്റൂട്ടോ. നോക്കൂ, കാതിൽ കമ്പ് കുത്തി എന്ന് പറയുന്നു, ഇന്ദുലേഖ എന്ന് പറയുന്നു, തീർന്നില്ല. ഈ ഇന്ദുലേഖയ്ക്ക് കേരളത്തിൽ നോക്കൂ 2 സഹോദരന്മാരുണ്ട്. ആരൊക്കെയാണ്? ഒരു സഹോദരന്റെ പേര് ബ്രോ എന്നാണ്. സഹോദരൻ നമ്മൾ ബ്രോ എന്ന് വിളിക്കാറില്ല, ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേര് ബ്രോ. അപ്പൊ ഇന്ദുലേഖയുടെ കേരളത്തിലെ ഒരു സഹോദരൻ ബ്രോ ആണ്, എന്ന് വെച്ചാൽ സഹോദരനാണ്. രണ്ടാമത്തെ സഹോദരന്റെ പേര് കെ കേളപ്പൻ എന്നാണ്. പഠിക്കുക കൂട്ടുകാരെ, PSC പരീക്ഷകൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. കെ കേളപ്പൻ ജനിച്ച വർഷം 1889. സഹോദരൻ അയ്യപ്പൻ ജനിച്ച വർഷം 1889. 2 വർഷങ്ങൾ പഠിച്ചു വെച്ചല്ലോ നിങ്ങള്. സഹോദരൻ അയ്യപ്പനും കെ കേളപ്പനും ജനിച്ചത് 1889. ഇന്ദുലേഖ എന്ന് പറഞ്ഞാൽ ഒരു നോവലാണ്. എഴുതിയ ആളെ നിങ്ങൾക്കറിയാം, O ചന്തുമേനോൻ അല്ലേ? അപ്പൊ O ചന്തുമേനോന്റെ ഇന്ദുലേഖ പുറത്തിറങ്ങിയ വർഷം നല്ലൊരു ചോദ്യമാണ്. 1889 നെഹ്റു ജനിച്ച വർഷമാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ അല്ലേ ഇന്ദുലേഖ കൂട്ടുകാരെ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്?
അത് കുന്തലതയാണ്. 2 വർഷം മുമ്പ് 1887 അപ്പു നെടുങ്ങാടി ബാങ്കൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ആ അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. എന്നാൽ ലക്ഷണമൊത്ത നോവൽ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ, അത് പുറത്തിറങ്ങിയത് 89-ലാണ്. അപ്പൊ സഹോദരൻ അയ്യപ്പനും കെ കേളപ്പനും ഇന്ദുലേഖയും പഠിച്ചു. കാതിൽ കമ്പ് കുത്തി എന്ന് പറഞ്ഞു, ഹിന്ദു സ്ത്രീ എന്നും പറഞ്ഞു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രം അത് ഡെയിലി ന്യൂസ് പേപ്പർ ആയിട്ട് പുറത്തിറങ്ങിയത് എന്ന് ചോദിക്കും. ഹിന്ദു പത്രം സ്ഥാപിച്ചത് ശ്രദ്ധിച്ചു വെക്കണേ, ഹിന്ദു പത്രം സ്ഥാപിച്ചത് 1878-ലാണ്. ചോദ്യമാണ്, PYQ ആണ്. എന്നാൽ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറായി പുറത്തിറങ്ങിയത് 1889-ലാണ്. കാതിൽ കമ്പ് കുത്തി, ഹിന്ദു സ്ത്രീയുടെ പോയിന്റ് കിട്ടി. ഇനി കാതിൽ കമ്പ് കുത്തി എന്ന് പറഞ്ഞാൽ മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ടൊരു വനിത അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1889-ലാണ് കാദംബിനി ഗാംഗുലി സംസാരിക്കുന്നത്. കാതിൽ കമ്പ് കുത്തി, കാദംബിനി ഗാംഗുലി, പേര് പഠിക്കുക, പോയിന്റ് ഓർത്തു വെക്കുക. 1889 കാദംബിനി ഗാംഗുലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ 1889 എന്ന് പറയുമ്പോൾ അലഹബാദ് എന്ന് പറയുന്ന നഗരത്തിൽ ആനന്ദ ഭവനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട താരം നെഹ്റു, ചാച്ചാജി അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി ജനിക്കുകയാണ്. അങ്ങനെ ചാച്ചാജി ജനിച്ചു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അദ്ദേഹം പഠനമൊക്കെ പൂർത്തിയാക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഹരോ പബ്ലിക് സ്കൂളിലായിരുന്നു അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത്. അതൊന്നും നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ല. നമ്മുടെ പോയിന്റ് നോക്കൂ, അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും തിരിച്ചു വരുന്നു, പഠനമൊക്കെ പൂർത്തിയാക്കി. എവിടെയാണ്? ഇംഗ്ലണ്ടിൽ നിന്നും തിരിച്ചു വരുന്നു. 1912, ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വന്ന ഇതേ വർഷമാണ് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബങ്കിപ്പൂർ സമ്മേളനം, നോക്കൂ മക്കളെ, ബന്ദിപ്പൂർ അല്ല ബങ്കിപ്പൂർ. ബങ്കിപ്പൂർ എന്ന് പറഞ്ഞാൽ സ്ഥലം മാറിപ്പോകും. ബന്ദിപ്പൂർ കർണാടകയിലാണ്. അപ്പൊ ബങ്കിപ്പൂർ സമ്മേളനത്തിന്റെ അകത്തെ അധ്യക്ഷൻ RN മധോൽക്കർ ആയിരുന്നു എന്ന് കൂടി പഠിച്ചു വെക്കുക. 1912 INC ബങ്കിപ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? കൃത്യമായിട്ട് പഠിക്കണം, ചോദിക്കും PSC-യില്. RN മധോൽക്കർ. RN മധോൽക്കർ. അങ്ങനെ കോൺഗ്രസിൽ അദ്ദേഹം സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങുകയാണ്. അദ്ദേഹം 1916 എത്തിയ സമയത്ത് ഇവിടെ എന്താണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്ന് അറിയോ? ഇദ്ദേഹം ആരെ കണ്ടുമുട്ടുകയാണ് കൂട്ടുകാരെ? ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടുകയാണ്. നെഹ്റുവിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുന്ന ഒരു വർഷം കൂടിയാണ്. കാരണം ഗാന്ധിജിയും ഇദ്ദേഹം തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ഗാന്ധിജി ഇദ്ദേഹം കണ്ടുമുട്ടാൻ ഇടയായത് 1916 ലക്നൗ സമ്മേളനത്തിനാണ്. ഒരുപാട് കണ്ടുമുട്ടലുകളാണ് അല്ലെ. ഞാൻ നിങ്ങളെ മുമ്പ് രസകരമായി കോഡാക്കി പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ. AC ഇട്ട റൂം ആലോചിക്കുക. കാരണം എല്ലാവരും ഒന്നിക്കണമെങ്കിൽ AC വേണമെന്ന് ആലോചിക്കുക. AC, കാരണം പേര് ശ്രദ്ധിക്കണം. അംബികാചരൺ മജുംദാർ. PSC പരീക്ഷകളിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റിക്കാറുണ്ട്. ഇവിടെ ഞാനത് കൊടുത്തിട്ടില്ല, സോറി. അപ്പൊ ഞാൻ എഴുതി തരാം. AC, അംബികാചരൺ, AC മജുംദാർ. മറ്റു ചില മജുംദാറുമാരെ കുറിച്ച് PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളത് കൊണ്ട് നിങ്ങൾ ആ പേര് പൂർണ്ണമായിട്ടും പഠിച്ചു നോക്കുക. AC മജുംദാർ ആണ്. അംബികാചരൺ മജുംദാർ അധ്യക്ഷനായ 1916 ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും ഈ പറയുന്ന നെഹ്റുവും കണ്ടുമുട്ടുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ അവരൊരു സന്ധിയിൽ ഏർപ്പെടുകയാണ്. അതുപോലെ മിതവാദ ഗ്രൂപ്പ്, നിങ്ങൾക്കറിയാം ഗോഖലെയുടെ നേതൃത്വത്തിലുള്ള മിതവാദ ഗ്രൂപ്പ്, മിതവാദ നേതാക്കന്മാർ, ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ നേതാക്കന്മാർ, ഇവർ ഒന്നിക്കുകയാണ്. AC റൂമിലല്ലേ? അങ്ങനെ ആലോചിക്കുക. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിക്കുന്നു, ഗാന്ധിജി നെഹ്റുവും കണ്ടുമുട്ടുന്നു, മിതവാദ ഗ്രൂപ്പും തീവ്രവാദ ഗ്രൂപ്പും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. 3 ഇഷ്ടപ്പെട്ട് പഠിക്കുക. 1916 ലക്നൗ സമ്മേളനം. അവിടെ വെച്ചിട്ട് നോക്കൂ, അടുത്തൊരു പോയിന്റ് ഇതാ. കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ നമ്മൾ പറഞ്ഞു ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നു 1916 അപ്പൊ AC ഇട്ടത് ഹോമിന്റെ ഉള്ളിലാണ് ആലോചിക്കുക. ഹോം അല്ലെ. അപ്പൊ ഹോം, വീട് ആലോചിക്കുക. അപ്പൊ ഹോം റൂൾ ലീഗ്, ആനി ബസന്റിനെ കുറിച്ചും തിലകനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. അപ്പൊ INC-യുടെ ഈ ഒരു സമ്മേളനം നെഹ്റുവിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു, ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, 1923 എത്തുന്നു. പിന്നീടുള്ള വർഷങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, നമ്മൾ നെഹ്റുവുമായി കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. 23 നെഹ്റു ആയിരുന്നു കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം നല്ല രൂപത്തിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുന്നു. എന്നാൽ ആ സമയത്തെ അധ്യക്ഷനാരായിരുന്നു 1923 മൗലാന മുഹമ്മദ് അലി ജൗഹർ ആണ്. പഠിച്ചു വെക്കുക. PSC പരീക്ഷകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദ റെസൊല്യൂഷൻ ഫോർ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കപ്പെടുകയാണ്. ആരാണ് അവതരിപ്പിച്ചത്? ഒരു മലയാളിയാണ്. കൂട്ടുകാർക്ക് അറിയാമല്ലോ. 1924 വൈക്കം സത്യാഗ്രഹം നമ്മൾ പഠിച്ചില്ലേ? അതിന്റെ ഭാഗമായിട്ട് TK മാധവൻ എന്ന് പറയുന്ന നമ്മുടെ നേതാവ് കേരളത്തിലെ, അദ്ദേഹമായിരുന്നു കാക്കിനാട സമ്മേളനം. ശ്രദ്ധിക്കണേ, കാക്കിനാട സമ്മേളനം 1923 പോയിട്ട് അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പൊ നോക്കൂ, മുഹമ്മദ് അലി ജൗഹർ 1923 അധ്യക്ഷനാണ്. അവിടെ ഒരു ചോദ്യം ഇതാണ്, അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി. എന്നാലും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. K കേളപ്പനാണോ? അല്ല, TK മാധവനാണ്.
എന്നാൽ അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് തരാം. അപ്പൊ വീഡിയോ കാണുന്നവര് ഇതിന് ഉത്തരം കിട്ടുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഉത്തരം പറയും, എന്നാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ടി.കെ. മാധവന്റെ കൃതികളിൽ പെടാത്ത, അപ്പൊ നിങ്ങൾക്ക് പഠിച്ചത് നമുക്കൊരു കമ്പൈൻ സ്റ്റഡി പോലെയൊക്കെ യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ജയിൽവാസം അദ്ദേഹത്തിന്റെ കൃതിയാണ്. നോക്കൂ, ക്ഷേത്ര പ്രവേശനം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ കൃതിയാണ്. എന്നാൽ കൊടുങ്കാറ്റിന്റെ മാറ്റൊലി അദ്ദേഹത്തിന്റെ കൃതിയല്ല. അത് ആരുടെ കൃതിയാണെന്ന് കൂടി ഞാൻ ചോദിക്കുകയാണ്. കമന്റ് ചെയ്തോ, ഞാൻ ഉത്തരം പറയട്ടെ. എ കെ ജിയുടെ കൃതിയാണ്. നോക്കൂ കൂട്ടുകാരെ, 1923 ശേഷം നെഹ്റുവിന്റെ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ 29 നിൽക്കുകയാണ്. 1929 ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? എത്ര തവണയാ PSC പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുള്ളത്? ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം 1929 നടക്കുകയാണ്. INC പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ നെഹ്റു വരികയാണ് ആദ്യമായിട്ട്. വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ആ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. PSC സ്ഥിരം കുറ്റി ചോദ്യമല്ലേ? LGS LDC പരീക്ഷകൾ നിങ്ങൾ എടുത്തു നോക്കിക്കേ. ഈ ഒരു ചോദ്യ മേഖല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക് ലാഹോർ സമ്മേളനം INC 1929 നെഹ്റു അധ്യക്ഷനാവുന്നു. അവിടെ വെച്ചിട്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നു. പിറ്റേത്തെ വർഷം 1930 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഡേറ്റ് ജനുവരി 26. അതുകൊണ്ടാട്ടോ ഈ ഡേറ്റ് എടുത്തിട്ട് നമ്മൾ പിന്നീട് റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത് ജനുവരി 26. കാരണം 1930 ജനുവരി 26 നമുക്ക് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച ഡേറ്റ് ആയിരുന്നു ജനുവരി 26. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഈ ഒരു ലാഹോർ സമ്മേളനത്തിൽ എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, സമ്മേളനങ്ങൾ നടക്കാറ് വർഷത്തിന്റെ അവസാനമായതുകൊണ്ട് 1929 ഡിസംബർ മാസം 31 തീയതി അവിടെ ലാഹോറിൽ രവി നദി ഒഴുകുന്നുണ്ട്. ജോഗ്രഫിയിലെ ഒരു ചോദ്യമല്ലേ? രവി നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ പെട്ടതാണ് ലാഹോർ. പഠിച്ചു വെക്കണം. സിന്ധുവിന്റെ പോഷക നദിയാണ് രവി. അപ്പൊ ആ രവി നദിക്കരയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയാണ് ആര്? നെഹ്റു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതുപോലെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം അത് നിയമലംഘന പ്രസ്ഥാനമാണ്. ആ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി നടത്താൻ തീരുമാനിക്കുകയാണ്. കൂട്ടുകാരെ, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. 1930 ഇങ്ങനെ ഒരു സമരം തുടങ്ങാൻ വേണ്ടി 29 സമ്മേളനമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നു. രവി നദിക്കരയിൽ പതാക ഉയർത്തുന്നു. 1930 ജനുവരി മാസം 26 തീയതി ഈ പറയുന്ന സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നോക്കൂ, 1938 അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ്. 1938 രണ്ട് പോയിന്റുകൾ ഞാൻ ഒരുമിച്ച് പറയാം. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രം നെഹ്റുവിന്റെ പത്രമാണല്ലോ. നെഹ്റുവിന്റെ പത്രം ഏത്? PYQ ആണ്. ഒരുപാട് തവണ ചോദിച്ചു. നാഷണൽ ഹെറാൾഡ് പഠിച്ചു വെക്കുക. ആ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രം ഇറങ്ങിയത് 1938 നോക്കൂ, 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. ഒരു പക്ഷേ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വർഷമായിരിക്കും. എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം SCERT പാഠഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ദേശീയ ആസൂത്രണ കമ്മിറ്റി. നമ്മൾ എന്താ പഠിക്കാറ്? സാധാരണഗതിയിൽ ആസൂത്രണ കമ്മീഷൻ പഠിക്കാറുണ്ട് അല്ലെ? നീതി ആയോഗിന് മുമ്പ് ഉണ്ടായിരുന്ന ആസൂത്രണ കമ്മീഷൻ അത് വന്നത് 1950 മാർച്ച് 15 എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന ഒരു ഡേറ്റ് ആണ് 1950 മാർച്ച് 15. ഡേറ്റ് വരെ ഇമ്പോർട്ടന്റ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അത് നമ്മുടെ നെഹ്റു തന്നെയാണ്. ഇതേ നെഹ്റു 1938 വർഷം കൃത്യമായിട്ട് പഠിക്കുക. ആസൂത്രണ കമ്മിറ്റി വന്നു. ആസൂത്രണ കമ്മീഷൻ അല്ല, ഒരു കമ്മിറ്റി. അതിന്റെയും തലവൻ നെഹ്റു ആയിരുന്നു. നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ പത്രം പുറത്തിറങ്ങിയത് 38. ഇത് ഞാനിതാ എടുത്തു കാണിക്കുകയാണ്. കാരണം SCERT പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം, നമ്മൾ പറഞ്ഞില്ലേ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യണം എന്നതായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അവിടെ ഒരു നല്ല ചോദ്യം ചോദിക്കും. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തെ കുറിച്ച് പറയുകയാണ്. ഓക്കെ, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കോൺഗ്രസിന്റെ സമ്മേളനം ഏതെന്ന് PYQ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിച്ചത് INC കറാച്ചി സമ്മേളനം 31 1931 അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പട്ടേൽ ആയിരുന്നു അധ്യക്ഷൻ എന്ന് കൂട്ടുകാർക്ക് അറിയാം. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു 1931 സമ്മേളനത്തിലെ അധ്യക്ഷൻ. കറാച്ചി സമ്മേളനം 29 ലാഹോർ നെഹ്റു. വളരെ ഇമ്പോർട്ടന്റ് ആയ സമ്മേളനങ്ങളാണ് ഇതൊക്കെ. അവിടെ നോക്കൂ, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ് സമിതി രൂപീകരിച്ചു. അതൊരു പോയിന്റ് ആയിട്ട് ഇവിടെ SCERT എടുത്തു പറയുന്നതുകൊണ്ട് കൂട്ടുകാർ പഠിച്ചു വെക്കണം. പിന്നീട് ഈ പേജ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് പോയിന്റ് കൂടി ചേർത്ത് പറയാം. 1944 ഇന്ത്യയിൽ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച്
ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയതാണ് ബോംബെ പദ്ധതി. അപ്പൊ ബോംബെ പദ്ധതി ഏത് വർഷമാണ്? 1944. ചേർത്ത് പഠിക്കുക, ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ബോംബെ പദ്ധതി 1944. പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ എം.എൻ. റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതി. അപ്പൊ പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടും ചോദിക്കും. ആരുമായി ബന്ധപ്പെട്ടതാണ് പീപ്പിൾസ് പ്ലാൻ? എം.എൻ. റോയ്. എം.എൻ. റോയ് ആണ് ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ. ആസൂത്രണങ്ങൾക്ക് കരുത്തേകുകയാണ്. 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനത്തിന് ലക്ഷ്യത്തിലേക്ക് കരുത്തേകുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഒരു കിടലൻ പോയിന്റ് പറഞ്ഞുതരാം. ഇന്ത്യയില് നോക്കൂ, ആസൂത്രണ സമിതി, ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് 1938 കൂട്ടുകാർ പഠിച്ചു, ഇതിനോടകം പഠിച്ചു. 1938. 10 വർഷം കഴിയുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന പിറ്റേത്തെ കൊല്ലം 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം നടപ്പിലാക്കുന്നത്. ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് വ്യാവസായിക നയം നടപ്പിലാക്കിയ ഏത് വർഷമാണ്? 1948. 38, 48 മറന്നു പോകേണ്ട, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ ഇതാ നിങ്ങൾക്ക് കാണാം, 48 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപീകരിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യ. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇതാ ഈ കാണുന്ന ഫോട്ടോ, എല്ലാവർക്കും അറിയാം, എം വിശ്വേശ്വരയ്യ. ഓക്കെ, ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, പ്ലാന്റ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ഇദ്ദേഹമാണ്. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. അപ്പൊ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏത് വർഷമാണ്? 1950. ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർച്ച് 15. ഓക്കെ, അവിടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം PSC പരീക്ഷകളിൽ 100 500 എത്ര തവണയെന്നറിയില്ല റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പുസ്തകമാണ് പ്ലാന്റ് എക്കോണമി ഓഫ് ഇന്ത്യ. അതൊരു പക്ഷേ മലയാളത്തിൽ ചോദിച്ചാൽ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഇംഗ്ലീഷ് ആണ് മിക്കവാറും എല്ലാവർക്കും അറിയാം, എന്നാൽ ഇങ്ങനെയും ചോദിക്കാം, ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാന്റ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യ. അദ്ദേഹമാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവായി കരുതപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ SCERT പറഞ്ഞതുകൊണ്ട് പറഞ്ഞു. നമുക്ക് തിരിച്ച് നെഹ്റുവിലേക്ക് വരാം കൂട്ടുകാരെ. 1938 2 പോയിന്റ് പഠിച്ചുവെങ്കിൽ 1939 അത്രയ്ക്ക് പ്രധാനപ്പെട്ട പ്രത്യേകതയൊന്നുമില്ല, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക, നമ്മളെല്ലാം കൃത്യമായിട്ട് പഠിക്കുകയാണ്. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം വരികയാണ്. 29 INCയുടെ പ്രസിഡന്റ് ആവുന്നുവെങ്കിൽ 1939 10 വർഷം കഴിഞ്ഞപ്പം ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ്. 1929 INC പ്രസിഡന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 39 ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആണ്. ഒന്ന് പഠിച്ചു വെച്ചേ. 41 നോക്കൂ, കൃത്യമായിട്ട് പഠിക്കണം. ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് നെഹ്റുവിനെ പ്രഖ്യാപിച്ചു. അപ്പൊ ഒരു ചോദ്യമല്ലേ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? നെഹ്റുവാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് നെഹ്റുവിനെ 46 എത്തുന്നു. നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ്. ഒരു ഇടക്കാല മന്ത്രിസഭയുണ്ട്. വേവൽ പ്രഭുവാണ് അന്നത്തെ വൈസ്രോയി. അപ്പൊ ഇടക്കാല മന്ത്രിസഭയിൽ വേവൽ പ്രഭു പ്രസിഡന്റ് ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് നെഹ്റുവിനെ തെരഞ്ഞെടുക്കുകയാണ്. 1946 സെപ്റ്റംബർ മാസം 2-ാം തീയതി വന്ന ഇടക്കാല മന്ത്രിസഭയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് നെഹ്റു വരികയാണ്. കൂട്ടുകാരെ, 1946 ഡിസംബർ മാസം 13-ാം തീയതി ICA ഓൾറെഡി രൂപീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11 ഒക്കെ നമ്മൾ പഠിക്കാറില്ലേ? ഡിസംബർ 6-ാം തീയതി രൂപീകരിക്കുന്നു. ഡിസംബർ 9 ICAയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു. ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലേ ഭരണഘടനയുടെ ക്ലാസ്സുകൾ കാണണേ. നോക്കൂ, ഡിസംബർ മാസം 13-ാം തീയതി 1946 ഡിസംബർ മാസം 13-ാം തീയതി ICA ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു എന്ത് അവതരിപ്പിക്കുകയാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 46 ഡിസംബർ 13 കൃത്യമായിട്ട് പഠിക്കുക മക്കളെ. അവിടെ ആ ഒരു ലക്ഷ്യപ്രമേയം അന്ന് തന്നെ പാസ്സാക്കുന്നുണ്ടോ? ഇല്ല. പിറ്റേത്തെ വർഷം ജനുവരി മാസം 22, ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കണം. ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചതും ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതുമാണ്. മാറാൻ സാധ്യതയുണ്ട്. നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടുന്ന ആഗസ്റ്റ് 15 നിങ്ങൾക്ക് അറിയാലോ. അതിന് തൊട്ട് മുമ്പിലത്തെ മാസം ജൂലൈ മാസം. അപ്പൊ ജൂലൈ മാസം 22-ാം തീയതി ദേശീയ പതാക അംഗീകരിക്കുന്നുവെങ്കിൽ
എങ്കിൽ ജനുവരി മാസം 22-ാം തീയതി ICAയിലെ ലക്ഷ്യപ്രമേയമാണ് അംഗീകരിച്ചതെന്ന് മനസ്സിൽ കയറ്റി ഇഷ്ടപ്പെട്ടു പഠിക്കുക. ICAയില് 46 ഡിസംബർ 13-ന് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. അത് അംഗീകരിച്ചത് പിറ്റേത്തെ വർഷം ജനുവരി 22-നാണ്. നോക്കൂ, ഈ ICAയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഇന്ന് കാണുന്ന ആമുഖം. അപ്പൊ ആ ആമുഖം എന്ന് നിലവിൽ വന്നു? ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭരണഘടന എന്ന് നിലവിൽ വന്നു 1950 ജനുവരി 26-ന്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഈ ഒരു നെഹ്റുവാണ് നമ്മുടെ ലക്ഷ്യപ്രമേയം അഥവാ ആമുഖം അവതരിപ്പിച്ചത്. അങ്ങനെ നോക്കൂ, 50-ന് ശേഷം നമ്മളിപ്പോ ആ ഒരു ഓർഡർ തന്നെ പഠിച്ചു വരികയാണ്. കാരണം 50 ഭരണഘടന നിലവിൽ വന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണല്ലോ. 47 ജനുവരി മാസം 22-ന് അംഗീകരിച്ചോടുകൂടി 47 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കഥ നമുക്കറിയാം. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് നെഹ്റു വരുന്നു നിങ്ങൾക്കറിയാം. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ആ ഒരു ദിവസം രാത്രി നോക്കൂ, ആഗസ്റ്റ് 14-ാം തീയതി രാത്രി അദ്ദേഹം നടത്തിയ ഒരു വളരെ വിഖ്യാതമായ പ്രസംഗമില്ലേ? ആ പ്രസംഗം അറിയപ്പെടുന്നത് PSC ഒരുപാട് തവണ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കണം. CRT കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തൊക്കെ ഉണ്ട്. ട്രൈസ് ടു വിത്ത് ഡെസ്റ്റിനി അഥവാ വിധിയുമായുള്ള കൂടിക്കാഴ്ച. ആ പ്രസംഗം അറിയപ്പെടുന്നത് എന്താണ്? വിധിയുമായുള്ള കൂടിക്കാഴ്ച. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. അർദ്ധരാത്രി ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തു നീങ്ങുകയാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ പ്രസംഗം മറന്നു പോകണ്ട. ട്രൈസ് ടു വിത്ത് ഡെസ്റ്റിനി അഥവാ വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഒരു ചോദ്യം ഇതാണ്, ക്വിറ്റ് ഇന്ത്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി യൂസഫ് മെഹ്റാലിയാണ്. ആരുടെ സംഭാവനയാണ് ഈ വാക്ക്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് യൂസഫ് മെഹ്റാലിയുടെ സംഭാവനയാണ്. അപ്പൊ ഏത് വർഷമാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് എന്നൊരു ചോദ്യം PSC മുമ്പ് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ നോക്കിയേ, ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം ഞാൻ പറയാണ്, 1951-ലാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നത്. ഈ ഏഷ്യൻ ഗെയിംസ് എന്നുള്ള ആ ഒരു പേര് ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര പ്രസാദാണ്. മാറിപ്പോവരുത്, അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകുന്നു. കൃത്യമായിട്ട് പഠിക്കണേ. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് നെഹ്റുവാണ്. കൂട്ടുകാരെ നോക്കൂ, 1951 പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് അല്ല, മറിച്ച് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് 1951-ലാണ്. 1951 ഒക്ടോബർ മാസം 25-ാം തീയതി പഞ്ചവത്സര പദ്ധതികളൊക്കെ ആരംഭിച്ച വർഷമല്ലേ? ആ വർഷം ഒക്ടോബർ 25-ാം തീയതി പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ പബ്ലിക് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അത് പിറ്റേത്തെ വർഷം 52 വരെ നീണ്ടു നിന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് 52-ല് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പിലൂടെ നെഹ്റു അധികാരത്തിൽ വരുന്നത്. നെഹ്റുവിന്റെ മണ്ഡലം ഫൂൽപൂർ ആയിരുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ചോദിക്കാം. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 364 സീറ്റിലാണ് വിജയിച്ചത്. ആകെ മണ്ഡലങ്ങൾ 489 സീറ്റ് ആയിരുന്നു. ഓർത്തു വെക്കണം, പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് 981 ഒക്ടോബർ 25-നാണ്. ഇതേ വർഷം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇതേ വർഷം ഏഷ്യൻ ഗെയിംസ് നടന്നു നമ്മൾ പറഞ്ഞു. നോക്കൂ, 1952 വളരെ പ്രധാനപ്പെട്ടതല്ലേ? എന്താ പ്രത്യേകത? നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചു. അന്ന് നെഹ്റുവിന്റെ പേരിലായിരുന്നില്ല, പ്രൈം മിനിസ്റ്റർ ട്രോഫി വള്ളംകളിയായിരുന്നു. പിന്നീട് അത് നെഹ്റുവിന്റെ പേരിലേക്ക് മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി. എവിടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? കൂട്ടുകാർക്ക് അറിയാമല്ലോ, പുന്നമടക്കായലിലാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കായിക മാമാങ്കമല്ലേ നെഹ്റു ട്രോഫി വള്ളംകളി? കൃത്യമായിട്ട് പഠിക്കണേ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നോക്കൂ, 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം തന്നെയാണ് NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? നെഹ്റു ആയിരുന്നു. ഇതേ 1952 പൊതു തെരഞ്ഞെടുപ്പിലും ആര് അധികാരത്തിൽ വരുന്നു? നെഹ്റു. ഇതേ 1952 കശ്മീർ കരാർ വരുന്നത്. ഷെയ്ഖ് അബ്ദുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെഹ്റു കശ്മീർ കരാറിൽ ഏർപ്പെടുകയാണ്. 52 നെഹ്റു ട്രോഫി വള്ളംകളി, NDC, പൊതു തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു, കശ്മീർ കരാർ. ഓർത്തു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം ഇതാണ്, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ഏതാണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് പഠിച്ചുകൊണ്ട് PSCയുടെ മറ്റൊരു PYQ. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? കമന്റ് ചെയ്തോ? നോക്കൂ, ഏതാണത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയല്ലേ? ക്ലിയർ ആണല്ലോ. 1954 സമയത്ത് നോക്കൂ, മാർച്ച് മാസം 12-ാം തീയതി കേന്ദ്ര സാഹിത്യ അക്കാദമി നിലവിൽ വരികയാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ചോദിക്കും. നല്ല ചോദ്യമാണ്. ഒരുപാട് നല്ല രചനകൾ നടത്തിയിട്ടുള്ള നല്ലൊരു എഴുത്തുകാരനായിട്ടുള്ള നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് നിലവിൽ വന്നത് 1954 മാർച്ച് 12. SCRT കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുണ്ട്, പഠിക്കണേ. 54 1954 ജൂൺ മാസം 28-ാം തീയതി പഞ്ചശീല തത്വക്കരാറിൽ ഒപ്പുവെക്കുകയാണ്. ആരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ ഒപ്പുവെക്കുന്നത്? ചൗ എൻ ലായും ഒരു ഭാഗത്ത് നെഹ്റുവും. ഇവിടെ നെഹ്റുവിന്റെ പേര് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടുമല്ലോ. ക്രോസ് ഇട്ടതിൽ ഇപ്പോൾ ആരാണ്? നെഹ്റുവാണ്. നെഹ്റുവും ചൈനീസ് നേതാവ് ആരാണ്? ചൗ എൻ ലായ്. പഠിച്ചു വെക്കുക. ചൗ എൻ ലായും നെഹ്റുവും തമ്മിൽ ഒപ്പുവെക്കുകയാണ്
പഞ്ചശീല തത്വക്കരാർ SCERT-യിൽ എന്തൊക്കെയാണ് അതിന്റെ ഫാക്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ വരെ PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കണേ. പഞ്ചശീല തത്വക്കരാർ ഉറപ്പായിട്ടും ഈ പ്രാവശ്യം അതിന്റെ ചില ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാം നമുക്ക്. പഞ്ചശീല തത്വക്കരാർ. ഭാരതരത്ന നേടുന്നു 1955. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഭാരതരത്ന കിട്ടുന്നത്. പദവിയിലിരിക്കെ അല്ലെങ്കിൽ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ചോദ്യമാണ്. നെഹ്റുവാണ്. 1955 ചേരി ചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആലോചനാ സമ്മേളനം കൃത്യമായിട്ട് പഠിക്കണം. ഇത് PSC പരീക്ഷകളിലെ സ്ഥിരം PYQ ആണ്. ചേരി ചേരാ പ്രസ്ഥാനം അത് രൂപീകരിക്കാൻ വേണ്ടി ഒരു ആലോചനാ സമ്മേളനം നടക്കുകയാണ് ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിൽ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു നെഹ്റു. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. നെഹ്റുവാണ് ഇതിന് വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്ത വ്യക്തി. നാം എന്ന് പറയുന്ന ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമ്മേളനം 1955 എവിടെ നടക്കുന്നു? ബന്ദൂങ്ങിൽ. 54 പഞ്ചശീല തത്വക്കരാർ. 54 കേന്ദ്ര സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നു. 55 ഭാരതരത്ന ലഭിക്കുന്നു. 56 ദേശീയ ബാലഭവൻ. നിങ്ങൾക്കറിയാം ശിശുദിനം എന്ന് പറയുമ്പോൾ ബാലഭവൻ ആര് സ്ഥാപിക്കുന്നു? നെഹ്റു. 1956 ദേശീയ ബാലഭവൻ സ്ഥാപിക്കുന്നു എന്ന് ആലോചിച്ച് വെക്കുക. 56 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു മറ്റൊരു PYQ ആണ്. 1957 ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് PSC പരീക്ഷകൾ ചോദിച്ചു. പ്ലസ് 1 പ്ലസ് 2 പാഠഭാഗങ്ങളൊക്കെ അരിച്ചു പെറുക്കി പഠിക്കുന്നവർക്ക് ഇത്തരം ചോദ്യങ്ങൾ കിട്ടും. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന പ്രസംഗം നെഹ്റു ലോകസഭയിൽ നടത്തിയത് PYQ ആണ്. പഠിച്ചു വെക്കണം. 1957 എല്ലാവർക്കും കിട്ടുന്ന പോയിന്റ് അല്ല ഇത്. 1957 നെഹ്റുവിന്റെ പ്രസംഗം. എന്താണ്? വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും. പഠിച്ചു വെക്കുക. 1959 ഇതുവരെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ നമുക്ക് പറയാം ഒരർത്ഥത്തിൽ അതൊരു നെഗറ്റീവ് കാര്യമായിരുന്നു അല്ലെ. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയെ നെഹ്റു എന്ത് ചെയ്യാണ്? അധികാരത്തിലിരിക്കുന്ന സമയത്ത് പിരിച്ചുവിടുകയാണ്. രാഷ്ട്രപതിയാണ് പിരിച്ചുവിട്ടതെങ്കിലും നെഹ്റുവാണ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1959 കൂട്ടുകാർക്കറിയാം EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. 1959 നെഹ്റുവിൻ കാലഘട്ടത്തിലാണ് അദ്ദേഹം തൊട്ടടുത്തുള്ള ദലൈലാമ ചൈനയുമായി ഭീഷണിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷയം അത് വകവെക്കാതെ അദ്ദേഹം ദലൈലാമക്ക് ഇന്ത്യയിൽ ഒരു അഭയം കൊടുക്കുകയാണ്. ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് അഭയം കൊടുക്കുന്ന ഇന്ത്യ 1959 നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് ആലോചിച്ച് വെക്കുക. EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു. 59 ദലൈലാമ ഇന്ത്യയിലേക്ക് വരുന്നു. 1960 സിന്ധു നദീജല കരാർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, സിന്ധു നദീജല കരാർ 1960 സിന്ധു നദീജല കരാർ. വർഷം ഇമ്പോർട്ടന്റ് ആണ്. സിന്ധു നദീജല കരാർ. നെഹ്റു, അയ്യൂബ് ഖാൻ. നോക്കൂ, 61 ഓർഡർ തന്നെ പഠിച്ചു പോരുക. 1955 ആലോചനാ സമ്മേളനം ബന്ദൂങ് ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് നാമിൻ്റെത് നടക്കുന്നു. അതിനുശേഷം നോക്കൂ, 6 വർഷത്തിനിപ്പുറം നാം എന്ന് പറയുന്ന ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കുന്നു. എവിടെയാണ്? യുഗോസ്ലാവിയയിലെ ബൽഗ്രേഡിൽ വെച്ചിട്ട്. ചോദ്യമാണ് PSCയുടെ. എവിടെയാണ് നാം രൂപീകരിച്ചത്? ബൽഗ്രേഡ്. യുഗോസ്ലാവിയയിലെ ബൽഗ്രേഡിൽ വെച്ചിട്ട് 1961. ഈ ഒരു ഐഡിയ നാം അഥവാ ചേരിചേര സംഘടന എന്നൊരു ഐഡിയ സജസ്റ്റ് ചെയ്തത് മലയാളിയായ VK കൃഷ്ണമേനോൻ ആയിരുന്നു. നാമിന് വേണ്ടി വലിയ ഇനീഷ്യേറ്റീവ് എടുത്തു എന്ന് പറഞ്ഞു നെഹ്റു. അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ 3 നേതാക്കന്മാരാണ്. ഒന്ന് മാർഷൽ ടിറ്റോ, മറ്റൊന്ന് ഗമാൽ അബ്ദുൽ നാസർ. അപ്പൊ യുഗോസ്ലാവിയയുടെ നേതാവായിരുന്ന മാർഷൽ ടിറ്റോ ആയിക്കോട്ടെ, ഈജിപ്തിന്റെ നേതാവായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ ആയിക്കോട്ടെ, ഇന്ത്യയുടെ നെഹ്റു ആയിക്കോട്ടെ, ഇവർ 3 പേരുമായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ടിറ്റോ, അബ്ദുൽ നാസർ, നെഹ്റു. അങ്ങനെ നാം രൂപീകരിക്കുകയാണ്. അവിടെ ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക. 2019 നാമിന്റെ സമ്മേളനം നടന്നത് അസർബൈജാനിലെ ബാക്കുവിലാണ്. നോക്കൂ, 2024 ഉഗാണ്ടയിലെ കംപാലയിലാണ്. ബാക്കു, കംപാല പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഉഗാണ്ടയിലെ കംപാല 2024 നാമിന്റെ സമ്മേളനം, 2019 നാമിന്റെ സമ്മേളനം അസർബൈജാനിലെ ബാക്കുവാണ്. നോക്കൂ, 61 നാം രൂപീകരിച്ച അതേ സമയമാണ് ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്തുന്നത്. നമുക്കറിയാം അന്നത്തെ പ്രതിരോധ മന്ത്രി ഓൾറെഡി പറഞ്ഞു VK കൃഷ്ണമേനോൻ ആ സമയത്തുണ്ട് അല്ലെ. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നൊക്കെ വിളിക്കുന്ന VK കൃഷ്ണമേനോൻ ആ സമയത്തുണ്ട്, പ്രതിരോധ മന്ത്രിയാണ്. അപ്പൊ ഓപ്പറേഷൻ വിജയ് കൃത്യമായിട്ട് പഠിക്കുക. ഒരുപാട് തവണ ചോദിച്ചു. ഗോവൻ വിമോചന സമരം, ഓപ്പറേഷൻ വിജയ്. 1962 ചൈനയുമായുള്ള വലിയ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. 62 നെഹ്റുവാണ് പ്രധാനമന്ത്രി അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ എമർജൻസി VK കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയായ സമയത്ത് 1962 കൂട്ടുകാരെ കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യ ചൈന യുദ്ധം 1962 നടക്കുന്നു. ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. 63 അതിനുശേഷം നോക്കൂ, അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ്. അവിശ്വാസ പ്രമേയം നെഹ്റുവിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ ആദ്യമായിട്ട് ഒരു അവിശ്വാസ പ്രമേയം വരുന്നു. ചോദ്യം ചോദിക്കും, ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയത്തെ നേരിട്ട പ്രധാനമന്ത്രി ആരാണ്? നെഹ്റു തന്നെയാണ്. 63 അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് JB കൃപലാനി ആയിരുന്നു ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. ലോക്സഭയിൽ
JB കൃപലാനി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു. 1963 62 ഇന്ത്യ ചൈന യുദ്ധം, ആദ്യത്തെ അടിയന്തരാവസ്ഥ. ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിക്കുക. 64 അദ്ദേഹം മരണപ്പെടുകയാണ്. അധികാരത്തിലിരിക്കെ മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം ശാന്തിവനം എന്നറിയപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ശാന്തിവനമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം. 1964 അദ്ദേഹം മരണപ്പെട്ട വർഷം തന്നെ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. കൃത്യമായിട്ട് പഠിക്കണേ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വർഷം 64 നെഹ്റുവാണ്. പിറ്റേത്തെ വർഷം 1965 നെഹ്റു പുരസ്കാരം ആരംഭിച്ചു. മരണപ്പെട്ട പിറ്റേത്തെ വർഷം 65. അപ്പൊ ചോദിക്കാം, നെഹ്റു പുരസ്കാരം ആരംഭിച്ച വർഷം കൃത്യമായിട്ട് പഠിക്കുക. 1965. ആദ്യത്തെ ജേതാവ് അല്ലെങ്കിൽ ആദ്യ പുരസ്കാരം കിട്ടിയത് യൂത്ത് ആൻഡിനാണ്. ആദ്യമായി നെഹ്റു പുരസ്കാരം കിട്ടിയ ആരാണ്? യൂത്ത് ആൻഡ് മറന്നു പോണ്ട, യൂത്ത് ആൻഡ് ആണ്. ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ആൻഡ് നിങ്ങൾക്കറിയാലോ, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂത്ത് ആൻഡിനെ. എന്നാൽ ആദ്യമായി നെഹ്റു പുരസ്കാരം കിട്ടിയ ഇന്ത്യൻ ചോദിച്ചാൽ അത് 1969 മദർ തെരേസയാണ്. മദർ തെരേസയ്ക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്, അതുകൊണ്ടാട്ടോ ഇന്ത്യൻ എന്ന് പറയുന്നത്. മദർ തെരേസയാണ്. നോക്കൂ, JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 1969 നിലവിൽ വരുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ 2 വർഷം നോട്ട് ചെയ്ത് വെക്കുക. 82 ഗാന്ധി സിനിമ. 1982 ഗാന്ധി സിനിമ. എന്താ പ്രത്യേകത? നിങ്ങൾക്കറിയാം, റിച്ചാർഡ് ആറ്റൻബറോയാണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്ത്. SCRT പറയുന്നുണ്ട്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായിട്ട് അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണെങ്കിൽ റോഷൻ സേത്ത്, ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റോഷൻ സേത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെഹ്റുവായിട്ട് അഭിനയിച്ചത് ആരാണെന്ന് ചോദിക്കാം. റോഷൻ സേത്ത് ആണ്. നോക്കൂ, 1989 100ാമത്തെ വർഷം എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ജനനം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. ചാപ്ലിനും ഹിറ്റ്ലറൊക്കെ ഓർമ്മയില്ല നിങ്ങൾക്ക്? 1989 100 വർഷം കഴിയുന്നു. അപ്പൊ എന്താണ് അവിടെ? ശതാബ്ദി എക്സ്പ്രസ്. ആ പേര് കണ്ട നിങ്ങള്? ശതാബ്ദി എക്സ്പ്രസ് ഇന്ത്യയിൽ ഓടിത്തുടങ്ങുന്നത്, ആ ട്രെയിൻ ഓടിത്തുടങ്ങുന്നത് 1989 ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ശതാബ്ദി എക്സ്പ്രസ് ഡൽഹി മുതൽ ഝാൻസി വരെ 1988 അതിന്റെ 100ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ 89 നമുക്ക് പറയാം. നോക്കൂ, 1989 വീണ്ടും ആ ഒരു 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയാണ്. നെഹ്റുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാം നവോദയ വിദ്യാലയങ്ങൾ അല്ലെ? ഖൈരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ആരംഭിക്കുന്ന. എവിടെയാണ്? ഖൈരി. ഓർത്തു വെക്കണം, ഖൈരിയാണ്. കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ഇദ്ദേഹമാണ്. 6130 ദിവസമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നത്. ജവഹർലാൽ നെഹ്റു, മറന്നു പോകണ്ട. നിരീശ്വരവാദിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവാണ്. നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒന്നും അല്ല, തെറ്റിക്കേണ്ട, നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി ഡൽഹൌസി പ്രഭുവിനെ വിശേഷിപ്പിക്കാറുണ്ട്, അത് ഗവർണർ ജനറൽമാരുടെ കൂട്ടത്തിൽ. എന്നാൽ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി വ്യക്തി നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി നെഹ്റുവാണ്. ഋതുരാജൻ എന്നറിയപ്പെടുന്നത് ആരാ? ഇങ്ങനെ വിളിച്ചത് അറിയോ നിങ്ങൾക്ക്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഞാൻ പറയട്ടെ, ടാഗോറാണ് ഇദ്ദേഹത്തെ ഋതുരാജൻ എന്ന് വിളിച്ചത്. ചാണക്യ, ഒരുപക്ഷെ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല, നല്ലൊരു ചോദ്യമാണ്, പഠിക്കുക. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തി. നെഹ്റുവിന്റെ പേരിലല്ല അദ്ദേഹം എഴുത്തുകൾ എഴുതിയത്, ചാണക്യ എന്ന തൂലികാ നാമത്തിലാണ്. ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചു. നോക്കണം, മണിപ്പൂരിനെ വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ രത്നം എന്ന്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു മക്കളെ. ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. SCRTയിലെ കട്ടിംഗ് ആണ്. നോക്കൂ, ഒരുപാട് തവണ PSC പരീക്ഷകൾ കടന്നു വന്ന ചോദ്യമാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. നമ്മൾ ക്ഷേത്രങ്ങൾ പണിയേണ്ടത് അണക്കെട്ടുകളാണല്ലേ. അദ്ദേഹം നിരീശ്വരവാദി അതുകൊണ്ട് മാത്രമല്ല, കർഷകരെ സ്നേഹിക്കുന്നു, ഇന്ത്യയെ അറിയുന്നു അദ്ദേഹം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ ആ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു നെഹ്റു. തുറമുഖങ്ങളുടെ മുത്ത് എന്ന് എന്തിനെ വിശേഷിപ്പിച്ചു? വിശാഖപട്ടണത്തെ വിശേഷിപ്പിച്ചു. തുറമുഖങ്ങളുടെ മുത്ത് വിശാഖപട്ടണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. കുട്ടി ജപ്പാൻ എന്ന് ശിവകാശിയെ വിശേഷിപ്പിച്ചു. ഇതൊക്കെ നെഹ്റുവിന്റെ വിശേഷണങ്ങളാട്ടോ. ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിശേഷിപ്പിച്ചു. എല്ലാം PYQ ആണ്. ശക്തിയേറിയ ബ്രേക്കുള്ളതും, നോക്കൂ 2022-23 ചോദിച്ചു ഈ ചോദ്യം. ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിമർശിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം PYQ ആണ്. ഈ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ച് നിങ്ങൾക്ക് പല റാങ്ക് ഫയലും പലതും കാണാം, സംശയമൊക്കെ ഉണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചിട്ടുണ്ട്. നെഹ്റു എയർപോർട്ട് ഡൽഹിയിലാണ്. നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് അല്ലെങ്കിൽ മ്യൂസിയം ഉള്ളത് കൊൽക്കത്തയിലാണ്. നെഹ്റുവിന്റെ പേരിൽ പോർട്ട് ഉള്ളത് നിങ്ങൾക്കറിയാം, നെഹ്റുവിന്റെ പേരിൽ പോർട്ട് മുംബൈയിലാണ്. നെഹ്റുവിന്റെ കൃതികൾ കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, കാരണം ക്ലാസ് നീണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. PSC പരീക്ഷകൾ ഒട്ടനവധി തവണ ചോദിച്ച കൃതികളാണ്. ഇന്ത്യയെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെ. വിശ്വചരിത്രാവലോകനം, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. വിശ്വചരിത്രാവലോകനം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ.
ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഇങ്ങനെ മലയാളത്തിലേക്ക് ഇത് മാറ്റിയത് അമ്പാടി ഇക്കാവമ്മ എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. അമ്പാടി ഇക്കാവമ്മ മലയാളത്തിലേക്ക് ഈ ഒരു ബുക്ക് മാറ്റി. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ. ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ആത്മകഥ. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആത്മകഥ എന്ന ആത്മകഥ എഴുതി ഒരുപാട് പേരില്ലേ, KR ഗൗരിയമ്മയും സർദാർ KM പണിക്കറും EMS ഉം നെഹ്റുവും എന്തിന് വൈക്കത്ത് പാച്ചുമൂത്തത് വരെ ആത്മകഥ എഴുതിയിട്ടുണ്ട് ആത്മകഥ എന്ന പേരില്. അപ്പൊ നോക്കൂ, ഇത് മലയാളത്തിലേക്ക് മാറ്റിയത് CH കുഞ്ഞപ്പയാണ്. ആത്മകഥ എന്നത് മലയാളത്തിലേക്ക് നെഹ്റുവിന്റെ ആത്മകഥ മാറ്റിയത് CH കുഞ്ഞപ്പയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് CH കുഞ്ഞപ്പ. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് മുമ്പെങ്ങാനും ചോദിച്ച ഒരു നല്ലൊരു ചോദ്യമാണ്. കോട്ടൂർ കുഞ്ഞികൃഷ്ണനാണ് കേരള നെഹ്റു എന്നറിയപ്പെടുന്നത്. കോട്ടൂർ കുഞ്ഞികൃഷ്ണനാണ്. ഇനിയും ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. EMSന്റെ ആദ്യ കൃതിയുടെ പേര് തന്നെ നെഹ്റു എന്നാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ GK-യില് നമുക്ക് പഠിക്കാനുണ്ട്. നെഹ്റു തീരാത്തൊരു ടോപ്പിക്കാണ്. തൽക്കാലം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പഠിക്കാൻ നിങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന രൂപത്തിൽ കുറച്ച് വസ്തുക്കൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ക്ലാസ് ചെയ്തത്. കൂട്ടുകാരെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ഒരു പുതിയ ചാനലാണ്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല നല്ല ക്ലാസ്സുകൾ ഈ ചാനലാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.